ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്ക് പീ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചൈനീസ് ദർഗയാണ്, അതായത് നമ്മുടെ വെള്ളക്കടല. അപ്പോൾ വെള്ളക്കടല ഞാനൊരു 3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ് ഉപ്പിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നമ്മൾ അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നു. ഇനി നമുക്ക് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ചിരുന്ന വെള്ളക്കടല ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എന്നാൽ നമുക്ക് ഇതിനൊരു ചൈനീസ് വേർഷൻ കൊടുക്കണ്ടേ, അപ്പോൾ നമുക്കതിനായിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എന്നിവയെല്ലാം ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് വലിയവർക്ക് കഴിക്കാനാണെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും കേട്ടോ. ഞാൻ ഇത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. കുറച്ച് എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഈ ടൈമിൽ കുറച്ച് ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത വെള്ളമാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഏകദേശം നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെള്ളക്കടല ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുക. കണ്ടോ, ഏകദേശം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഈവനിങ് സ്നാക്കായിട്ട് സൂപ്പറാണ് ചായയുടെയൊക്കെ കൂടെ. ഇനി നമുക്കിതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് പൊക്കത്ത് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്, കണ്ടില്ലേ. കുട്ടികൾക്കെല്ലാം കൂടുതൽ ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.